നടയിൽ കിടന്ന് ഞാൻ മരിക്കും, എന്നാലും ഞാൻ വിട്ടുതരില്ല. നീ വേണം ഏട്ടനെ രക്ഷിക്കാൻ. കൈവിടരുത്, കൈവിടരുത്. രക്ഷിക്കണം. അമ്മനെ നമോ നമഃ, ദേവി നമോ നമഃ, അമ്മനെ നമോ നമഃ. അമ്മ, അമ്മ, മൂത്തോൻ എന്തെങ്കിലും പറഞ്ഞു? പ്രസാദേട്ടൻ കണ്ണു തുറന്നു? ഇല്ലേ, നീങ്ക വാമ്മ. നേരം രാത്രിയാക പോകുത്. കൊഞ്ചം മുളങ്കഞ്ചി സാപ്പിടല. എനിക്കൊന്നും വേണ്ട. പ്രസാദേട്ടൻ കണ്ണു തുറക്കാതെ ഞാൻ ജലപാനം കഴിക്കില്ല. നീ ഇപ്പടി എങ്കിൽ എടുത്ത് എഴുതിട്ട് എന്ന പ്രയോജനം? അമ്മൻ മുന്നിൽ തലപൂജ നടത്ത്. അതിക്കപ്പുറം അമ്മൻ പ്രസാദം കിടച്ചാത്ത ഉൻ കണവനൊക്കെ രക്ഷ കിടച്ചിടും. ഏയ് വാ മൂടടി. എന്താ എന്താ പറഞ്ഞത്? എന്ത് പൂജ ചെയ്യണമെന്നാ? அதெல்லாம் ரொம்ப கஷ்டமான பூஜை. உன்னால செய்ய முடியாது. ഞാൻ ചെയ്യും. എത്ര കഷ്ടത പിടിച്ച പൂജയാണെങ്കിലും ഞാൻ ചെയ്യും. എന്റെ പ്രസാദേട്ടൻ എനിക്ക് രക്ഷിക്കണം. അതിനെന്തും ചെയ്യും ഞാൻ. പറ, എന്താ അത്? വേണാമാ വേണം. അത് ரொம்ப കഷ്ടமான പൂജை. ഉങ്ങളാല താങ്ങ മുടിയാത്. ഈശ്വരനെ ഓർത്ത് എന്നോട് ഇത്തിരി ദയവ് കാണിക്കാൻ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രസാദേട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ഈ നടയിൽ ഞാൻ എന്റെ ജീവൻ ബലി കൊടുത്തേക്കാം. പറ, എന്താ ചെയ്യണ്ടെന്ന് പറ. അപ്പടിയൊന്നും വേണാമാ. നല്ലമ്മാ, ചൊല്ലിക്കൊട്. അമ്മൻ പ്രസാദം കിടച്ചാ ഇവങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടാതെ നല്ലതുതാൻ വരും. പറ, ആരെങ്കിലും ഒന്ന് പറ. ഈശ്വരനെ ഓർത്ത് പറ. എന്താ ഈ തലപൂജ? நானே சொல்லித்தரேன். இந்த உச்சிமாளி அம்மனுக்கு தலைப்பூஜை பண்ணினால் அந்த அம்மனோட பிரசாதம் கிடைக்கும். അമ്മൻ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താ? அம்மனோட அனுகிரகம். கொஞ்சம் தண்ணி அம்மன் முன்னாடி வச்சு ஈரன் புடவை எடுத்து தலைக்கு மேல் கலசம் வச்சு അതിൽ തീ പോട്ട് പ്രാർത്ഥിക്കണം. ഉണ്ണാമൽ ഉറങ്ങാമൽ തലയിലെ തീ പോട്ട കലസം ഏന്തി ഇരിക്കുന്നത് സാധാരണമല്ലേ? അത് ഉന്നാലും മുടിയാതമ്മാ. നീ നല്ല കെഞ്ചി കേള്. കണവനുക്ക് സുഖമായിടും. വാമല്ലി, പോലാം. എനിക്ക് തലപൂജ ചെയ്യണം. ഞാൻ തയ്യാറാ. അയ്യോ അമ്മ, അത് വേണം. വേണം. എന്തും സംഭവിച്ചോട്ടെ. തീച്ചൂടില് എന്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ. എന്നാലും സാരമില്ല. എനിക്ക് തലപൂജ ചെയ്യണം. ചെയ്തേ പറ്റൂ.